ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇന്ത്യക്കാരില്ലാത്ത ഏതെങ്കിലും രാജ്യമുണ്ട്? എക്സ്പെഷ്യലി മലയാളികൾ. എല്ലാ രാജ്യങ്ങളിലും സകലമാന മേഖലകളിലും മലയാളികളുടെ സാന്നിധ്യമുണ്ട്. സർവോപരി ഇന്ത്യക്കാരുടെ സാന്നിധ്യമുണ്ട്. അങ്ങനെ വിവിധ രാജ്യങ്ങളിൽ ജീവിക്കുന്ന, ആ രാജ്യങ്ങളിലെ പൗരത്വം തന്നെ പിന്നീട് ലഭിക്കുന്ന ഇന്ത്യക്കാർ, ഒരു രാജ്യത്തിന്റെ പൗരത്വമേ ഒരാൾക്ക് പറ്റും. അപ്പൊ അങ്ങനെ ജീവിക്കുന്ന നമ്മൾ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകളോട് മര്യാദയ്ക്ക് പെരുമാറിയാൽ എന്താണ് പ്രശ്നം? നമ്മൾ ഈ രാജ്യം വിട്ടെങ്ങും പോകാറില്ലേ? മറ്റൊരു രാജ്യത്തും പോകാത്തവരാണോ നമ്മൾ? നമ്മുടെ രാജ്യത്തേക്ക് വിദേശികൾ വരുമ്പോൾ അവരോട് സഭ്യമായി ഈ നാടിന്റെ സംസ്കാരം അനുസരിച്ച് പെരുമാറിയാൽ നിങ്ങൾക്ക് എന്താ കുഴപ്പം? ഇത് ഇസ്ലാമിക രാജ്യമല്ലല്ലോ. മുസ്ലിങ്ങൾക്ക് മാത്രം പ്രാതിനിധ്യം നൽകാൻ, അവർക്ക് മാത്രം പ്രാധാന്യം നൽകാൻ, അവർക്ക് മാത്രം പ്രയോറിറ്റി നൽകാൻ. അപ്പോ മദ്രസ തലം മുതൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന അന്യമത വിരുദ്ധതകളും ഇസ്ലാമിനോടുള്ള അടങ്ങാത്ത പ്രണയവും കാരണം മറ്റു മതവിശ്വാസികളെ മുഴുവനും മതത്തിന്റെ കണ്ണട ഉപയോഗിച്ച് കാണാനും ആ രൂപത്തിൽ അവരെ വെറുക്കപ്പെട്ടവരായി ചിത്രീകരിക്കാനും അവരെയൊക്കെ ഇല്ലാതാക്കി, അതല്ലെങ്കിൽ അവരെയൊക്കെ മുസ്ലിമാക്കി ഇസ്ലാമിക ലോകമാക്കി മാറ്റാനുള്ള ബാധ്യത എൻ്റെ തലയിലാണ് പടച്ചവനെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന ഒരു ബോധ്യവും ധാർഷ്ട്യവും ഉണ്ടല്ലോ. അതുകൊണ്ടാണ് ഇസ്രായേലിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് വരുന്ന വിനോദസഞ്ചാരികളോട് പോലും പൗരത്വം ചോദിക്കേണ്ടുന്ന ഗതികേടിലേക്ക് തേക്കടിയിലെ കാശ്മീരികൾ എത്തിച്ചേർന്നത്. ഇവര് മറ്റു രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ ഇവർക്ക് ആ രൂപത്തിൽ ഒരു ഭ്രഷ്ട്, ഒരു അകൽച്ച, ഏതെങ്കിലും രൂപത്തിൽ വേദനിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമേ നമുക്കത് മനസ്സിലാവൂ. പലപ്പോഴും ഈ കേരളത്തിനകത്ത് തന്നെ ഒരു നാട്ടിൽ നിന്നും മറ്റൊരു നാട്ടിലേക്ക് വരുമ്പോൾ അവരെ ചില ആളുകൾ വിളിക്കുന്ന ഓമന പേരുണ്ട്, വരുത്തന്മാർ. ഇതെല്ലാം ആദിവാസികളുടെ ഭൂമിയാണ്. നമ്മളെല്ലാവരും വരുത്തന്മാര് തന്നെയാണ്. ഒരാളേക്കാൾ കേമപ്പെട്ടവൻ അല്ല. നമ്മൾ ഈ സ്വതന്ത്ര ഭാരതത്തിൽ ജനിച്ചവരാണ്. അല്ലാതെ അവൻ വരുത്തനാണ്, ഞാൻ ഈ നാട്ടിൽ ജനിച്ചവരാണ്. എല്ലാവരും മണ്ണിനടിയിലേക്ക് തന്നെയാണ് പോകുക. ഇനിയും നമ്മൾ മെഡിക്കൽ കോളേജിന്, ഇപ്പം എൻ്റെയൊക്കെ മെഡിക്കൽ കോളേജിനാണ് പോകുക. മെഡിക്കൽ കോളേജിന് ഡെഡിക്കേറ്റ് ചെയ്താൽ പോലും അവർ കുറേ കാലം പഠിച്ചതിന് ശേഷം അതിൻ്റെ ബാക്കി എല്ലും മുള്ളും ഒക്കെ ആണെങ്കിലും ഒന്നുകിൽ സംസ്കരിക്കപ്പെടും, അതല്ലെങ്കിൽ മണ്ണിനടിക്കകത്ത് തന്നെയാണ് പോകുന്നത്. ആരും ആരേക്കാളും മെച്ചപ്പെട്ടവനല്ല. താഴേക്ക് വിട്ട ശ്വാസം മുകളിലേക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ തീർന്നു മനുഷ്യന്റെ ജീവിതം. അത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ ഓരോ യുദ്ധങ്ങളും കലഹങ്ങളും പല നാടുകളിലും നമ്മൾ കാണുന്നു. നമ്മുടെ രാജ്യത്ത് തന്നെ ആക്സിഡന്റുകൾ, പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങളൊക്കെ നമ്മൾ കാണുന്നു. ഇന്ന് വളരെ ആരോഗ്യ ദൃഢഗാത്രനായിരിക്കുന്ന മനുഷ്യൻ പെട്ടെന്ന് വീണ് മരിക്കുന്നു. ഇത്രയേ ഉള്ളൂ മനുഷ്യന്റെ ജീവിതം. എന്ത് കാരണങ്ങളിലാണ് മരിക്കുന്നത് എന്ന് ഞാനോ നിങ്ങളോ അല്ല തീരുമാനിക്കുന്നത്. നമ്മുടെ മെൻ്റൽ സ്ട്രെങ്ത്, അപ്പോൾ അതുപോലെ നമ്മുടെ ടെൻഷൻ, പെട്ടെന്ന് നമുക്ക് BP കൂടുന്നു, കൊളസ്ട്രോൾ കൂടുന്നു, യൂറിക് ആസിഡ് കൂടുന്നു, ഹാർട്ട് പ്രവർത്തനം നിലപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ ഇട്ട വസ്ത്രം നമ്മൾ ഊരുമോ എന്ന് പോലും ഉറപ്പില്ലാത്ത വെറും ദുർബലമായ ഒരു ജീവിതത്തിനിടയിൽ നമ്മൾ ആരെയൊക്കെയോ തകർക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുക. അവനെ എനിക്ക് നശിപ്പിക്കണം. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ഫോൺ റീചാർജ് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ കാലവും ഇവിടെ ഉണ്ടാകുമെന്നാണ്. അതിന് വാലിഡിറ്റി, ഒരു വസ്ത്രം എടുക്കുമ്പോൾ, ഒരു വീട് വെക്കുമ്പോൾ, ഒരു ലോൺ എടുക്കുമ്പോൾ, ഇതിനൊക്കെ നമ്മൾ ദീർഘകാലമാണ് വാലിഡിറ്റി കാണുന്നത്. നമ്മൾ അങ്ങനെ ചിന്തിച്ചു പോയതാ നമ്മൾ എല്ലാ കാലവും ഇങ്ങനെ സുഖസുന്ദരമായിട്ട് ഈ ലോകത്ത് ജീവിക്കുമെന്ന്. ഇല്ല. നാളെ നേരം വെളുപ്പിക്കുമെന്നോ ഇന്ന് നേരം ഇരുട്ടിപ്പിക്കുമെന്നോ ഒരുറപ്പുമില്ലാത്തൊരു ജീവിതത്തിനിടയിൽ വളരെ ചുരുങ്ങിയ കുറച്ച് നിമിഷങ്ങൾ മാത്രമാണ് നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ കിട്ടുന്നത്. അതിനിടയിലാണ് പരസ്പരം ഈ പോരടികൾ നടക്കുന്നത്. ഒരാളെ കീഴ്പ്പെടുത്താൻ, പരാജയപ്പെടുത്താൻ, തകർക്കാൻ, നശിപ്പിക്കാൻ, അവനെ ഇല്ലാതാക്കിയിട്ടല്ലാതെ ഞാനിരിക്കത്തില്ല. നമ്മളിരിക്കും എന്നുള്ളതിന് എന്താണ് ഉറപ്പ്? അപ്പം ഞാൻ ഈ രാജ്യത്തുള്ളവനാണ്, മറ്റ് രാജ്യത്തുള്ള ആളുകൾ ഇവിടേക്ക് വരുമ്പോൾ എനിക്കവരെ കളിയാക്കാം, പരിഹസിക്കാം. ഇതൊക്കെ നമ്മുടെ വെറും ധാരണകൾ മാത്രമാണ്. ഇപ്പോൾ കുവൈത്തിൽ ചെന്നു 4601 ആളുകളാണ് വ്യാജ പൗരത്വം നേടിയത് കുവൈത്തിൽ. എല്ലാവരെയും ചവിട്ടി പുറത്താക്കി കുവൈത്ത്.
വേറൊരു രാജ്യത്ത് ചെന്ന് ആ രാജ്യത്തിൻ്റെ ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കാൻ ശ്രമിക്കുവാണ്. ഇപ്പോൾ ഇസ്രയേലിൽ നിന്ന് തേക്കടി കാണാൻ വേണ്ടി എത്തിയ വിനോദസഞ്ചാരികൾ, അവരെ 2 കാശ്മീരികൾ അപമാനിക്കുവാണ്. ഇതിനു മുമ്പും ആ കടയിൽ കയറിയ പല ആളുകൾക്കും സമാനമായ അനുഭവം. ആദ്യം ചോദിക്കുന്നു, നിങ്ങൾ ഏത് രാജ്യക്കാരാണ്? നമ്മുടെ ഇന്ത്യക്കാർ വേറൊരു രാജ്യത്തും ചെല്ലാറില്ലേ? അവരും ഇതുപോലെ ഇന്ത്യക്കാരോടും ഇടപെടുകയാണെങ്കിലോ? 2 രാജ്യങ്ങളെ പോലും തമ്മിൽ ബദ്ധവൈരികളായി ഒരു യുദ്ധം വരെ വേണമെങ്കിൽ ഉണ്ടാക്കാവുന്ന സാഹചര്യമാണ് ഇതൊക്കെ. കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന കാശ്മീരി സ്വദേശികളുടെ കടയിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം വിനോദസഞ്ചാരികളെ ഇറക്കിവിട്ടത്. കടയിലെത്തുന്ന ആളുകളോട് പൗരത്വം ചോദിച്ചതിൻ്റെ പേരിൽ ഇതിനു മുമ്പും ഇതേ വിവാദങ്ങളിൽ തന്നെ ഇവർ കുടുങ്ങിയിട്ടുണ്ട്. അവരെ ലൈറ്റ് അണയ്ക്കുന്നു. അവർ ഹീബ്രു ഭാഷയിൽ മകളോട് സംസാരിക്കുന്നത് കേട്ടപ്പോൾ നിങ്ങൾ എവിടുത്തുകാരാണെന്ന് ചോദിക്കുമ്പോൾ ഇസ്രായേലിലാണെന്ന് പറയുമ്പോൾ ഇവൻ്റെ ഉള്ളിലെ ഹമാസ് തീവ്രവാദി സടകുടഞ്ഞെഴുന്നേൽക്കുന്നു. അങ്ങനെ ഇസ്രായേലും ഹമാസും തമ്മിൽ പ്രത്യക്ഷമായി യുദ്ധം ഉണ്ടാകുന്നത് പോലെ ഇവൻ ഇസ്രായേലിനോട് യുദ്ധം ചെയ്യാൻ നിൽക്കുന്നു. നിങ്ങൾക്ക് സാധനമില്ല എന്ന് പറഞ്ഞ് ലൈറ്റ് അണച്ച് അവരെ പുറത്തേക്ക് ഇറക്കി വിട്ട് അപമാനിക്കുന്നു. അങ്ങനെ നാട്ടുകാർ കൂടുന്നു, കടക്കാർ കൂടുന്നു, വലിയ രൂപത്തിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാക്കുന്നു. ഈ കടയുടെ പരിസരത്തായിട്ട് വേറെയും കടകളുണ്ട്. അവരൊന്നും ഈ രൂപത്തിൽ ആരോടും പെരുമാറുന്നില്ല. പ്രദേശത്തെ വ്യാപാരികൾ തന്നെ പറയുന്നുണ്ട് ഇതെല്ലാം. തേക്കടിയിൽ എങ്ങനെയാണ് ഈ കാശ്മീരികൾ എത്തിയത് എന്നുകൂടി പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇസ്രായേലി സ്വദേശികൾ ഓട്ടോയിൽ വന്നിറങ്ങി പരിസരത്തുള്ള കടകളിൽ നിന്നൊക്കെ സാധനങ്ങൾ വാങ്ങി. ഒടുവിലാണ് ഈ കടയിലേക്ക് കയറുന്നത്. അവർ ഇസ്രായേലി പൗരന്മാരാണ് എന്നറിഞ്ഞതോടെ സാധനം തരില്ല എന്ന് പറഞ്ഞ് ലൈറ്റ് അണച്ച് ഇറക്കി വിട്ടു. കടയുടമകൾ അവരോട് ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെടുവാണ്. അവരുടെ കൾച്ചർ അങ്ങനെയല്ല. ഒരു കടയിൽ വിൽക്കാൻ വെച്ചിരിക്കുന്നതാണ് സാധനങ്ങൾ. അവരാവശ്യപ്പെടുന്ന പണം കൊടുക്കുന്നു, വാങ്ങുന്നു, നമ്മൾ സ്വന്തമാക്കുന്നു, പോകുന്നു. അതല്ലാതെ ഇവരുടെ ഈ കൾച്ചർ ആർഷ ഭാരത സംസ്കാരത്തെ തന്നെ ബാധിക്കുന്നതാണ് എന്നവർ തിരിച്ചറിയുന്നില്ല. അങ്ങനെയാണ് നാട്ടുകാർ തടിച്ചുകൂടുന്നത്. കേരളത്തിന് മാത്രമല്ല, സ്വതന്ത്ര ഭാരതത്തിന് മുഴുവനും ഇത് അപമാനമാണ്. അങ്ങനെ മാപ്പ് പറയണമെന്ന് ഓട്ടോക്കാരനും മറ്റു ആൾക്കാരുമൊക്കെ ആവശ്യപ്പെട്ടതോടുകൂടി സമ്മർദ്ദം കാരണം കടയുടമയ്ക്ക് മനസ്സിലായി, മാധ്യമങ്ങളിൽ വാർത്തയായി. പല ആളുകളും നിന്ന് വീഡിയോ പിടിക്കുന്നു, സമൂഹ മാധ്യമങ്ങളിൽ ഇത് പങ്കുവയ്ക്കും. നാളെ എന്താണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കി അങ്ങനെ ആൾ മാപ്പ് പറഞ്ഞു. വീഡിയോ വൈറലായി. സ്പെഷ്യൽ ബ്രാഞ്ച് സ്ഥലത്തെത്തുന്നു, NIA എത്തുന്നു, കേന്ദ്ര ഇന്റലിജൻസ് വിഭാഗം എത്തുന്നു, ED എത്തുന്നു. ഇസ്രായേലി ദമ്പതിമാരോട് കടയുടമകൾ മോശമായി പെരുമാറി എന്ന് മനസ്സിലാക്കിയതോടുകൂടിയാണ് നാട്ടുകാരും വ്യാപാര വ്യവസായ ഏകോപന സമിതിയുടെ ആളുകളും പ്രദേശത്തെ മറ്റ് വ്യാപാരികൾ ഇവരോട് ശക്തമായ ഭാഷയിൽ സംസാരിക്കുന്നതും മാപ്പ് ചോദിക്കാൻ ആവശ്യപ്പെടുന്നതും ഒക്കെ വീഡിയോയിലുണ്ട്. വീഡിയോ വ്യാപകമായി പ്രചരിച്ചു. ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കി കേന്ദ്ര ഏജൻസികളായ IB എത്തുന്നു, RO എത്തുന്നു, വിവരശേഖരണങ്ങൾ നടത്തുന്നു. സ്ഥലത്ത് കടയുടമകളുടെ ചരിത്രവും പശ്ചാത്തലവും തുടങ്ങിയ കാര്യങ്ങൾ ഏജൻസികൾ അന്വേഷിക്കുന്നു. എന്തിനേറെ അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ വരെ പരിശോധിക്കാൻ ROയും NIAയും നിർബന്ധിതരായി. കാരണം എന്തിൻ്റെ പേരിലാണ് ഇവർ ഈ കേരളക്കരയിൽ ഈ രൂപത്തിൽ ഹമാസ് പ്രേമവും ഇസ്രായേൽ വിരുദ്ധതയും പ്രവർത്തിക്കുന്നത് എന്ന് NIAക്ക് അറിയണമായിരുന്നു. പോലീസിലെ രഹസ്യാന്വേഷണ വിഭാഗവും സംഭവത്തിൽ അന്വേഷണം നടത്തി. ഇസ്രായേൽ ദമ്പതികൾ നാട്ടുകാരുടെ പിന്തുണ ലഭിച്ചതുകൊണ്ട് സന്തുഷ്ടരാണ്. അവർ മാപ്പ് സ്വീകരിച്ച് അവർ പോയി. അവർ വിനോദസഞ്ചാര ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് ഇവിടെ എത്തിയത്. പോലീസ് തന്നെ പറഞ്ഞു, ടൂറിസം വകുപ്പും വേണ്ട നടപടികൾ സ്വീകരിക്കാൻ സാധ്യതയുണ്ടെന്ന് കേൾക്കുന്നു. ഇതുവരെ എന്താണ് സ്വീകരിച്ചതെന്ന് നമുക്കറിയില്ല. എന്നാൽ അടുത്തിടെയാണ് മറ്റൊരു വിദേശ ടൂറിസ്റ്റ് ഫോർട്ട് കൊച്ചിയിലെ കാനയിൽ വീണ് കാലൊടിഞ്ഞ ഒരു സംഭവവും ഉണ്ടാകുന്നത്. അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുന്ന ഓടയിൽ വീണിട്ടാണ് വിനോദസഞ്ചാരിയുടെ കാലിന് പരിക്കേറ്റത്. ഈ സംഭവം കേരളത്തിന് തന്നെ നാണക്കേടാണെന്നും ഇത് നമ്മുടെ ടൂറിസം മേഖലയെ പ്രതികൂലമായി ബാധിക്കുമെന്നും കോടതി പറഞ്ഞു. അതിന് പിന്നാലെയാണ് പുതിയ സംഭവവും കൂടി ഉണ്ടാകുന്നത്. ഇസ്രായേലിൽ നിന്ന് തേക്കടി കാണാൻ എത്തിയവരെയാണ് ഈ അപമാനിച്ചത്. എന്ത് ചോദിച്ചിട്ടാ? പൗരത്വം ചോദിച്ചിട്ട്. ഇനി കേരളത്തിലെന്നല്ല, ഈ സ്വതന്ത്ര ഭാരതത്തിൽ ഒരിടത്തും ഈ 2 കാശ്മീരി ഹമാസ് ഭീകരർക്കും ഒരു ഷോപ്പ് നടത്താൻ പറ്റില്ല. ഏത് സ്ഥാപനം തുടങ്ങിയാലും ശരി, അവർക്ക് പോലീസിൽ നിന്ന് ക്ലിയറൻസ് കിട്ടണം. അതില്ലാതെ അവർക്ക് തുടങ്ങാൻ പറ്റില്ല. എങ്ങനെയാണ് ഈ കാശ്മീരി ഭീകരർ തേക്കടിയിൽ എത്തിയത് എന്നതും പോലീസ് അന്വേഷിച്ചു വരുന്നു. വല്ല കാര്യവുമുണ്ടോ? അപ്പോൾ വേലിയിലിരുന്ന പാമ്പിനെ എടുത്ത് വേണ്ടാത്തിടത്ത് വെച്ചു എന്നതുപോലെ ഇവർ വന്നു. ഇവൻ സാധനം വിൽക്കാനാണല്ലോ വെച്ചിരിക്കുന്നത്. അവർ ചോദിച്ചു, ഇവൻ പറയുന്ന വിലയും കൊടുക്കും, വാങ്ങും. മിണ്ടാതിരുന്നിരുന്നെങ്കിൽ അവന് തുടർന്നും അവിടെ കച്ചവടം നടമായിരുന്നല്ലോ.